ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിഷു ഫലത്തെ പറ്റിയുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലമായ മേടമാസത്തിലുള്ള വിഷുപ്പുലരി എല്ലാവരും ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയാണ് വരവേൽക്കാറുള്ളത്. പ്രാചീന കാലം തൊട്ടേ ജ്യോതിഷ ഫലത്തിൽ മേട മാസത്തിലുള്ള വിഷുഫലത്തിന്റെ ഫലങ്ങൾ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. പണ്ടെല്ലാം അമ്പലത്തിൽ വെച്ച് അവിടുത്തെ അടുത്തുള്ള ജ്യോത്സ്യൻ അവിടുത്തെ പഞ്ചാംഗം വായിച്ച് ഓരോരുത്തരെയും കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഭഗവാനോ ഭഗവതിയെയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം വളർന്ന കാരണം അതെല്ലാം മാറി ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേനയും മറ്റുള്ളതും ഫലപ്രവചനങ്ങൾ ഇഷ്ടം പോലെ വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ജ്യോതിഷ ഫലത്തിൽ ഈ വർഷത്തിൽ 2019 അതായത് ഈ 2019 മേടമാസം, അതായത് 1194 മേടമാസം തൊട്ട് 1095 മേടമാസം വരയ്ക്കുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ധനുരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും നിൽക്കെ 1194 ആണ്ട് മീനമാസം 31 തീയതി 19 നാഴികയും 27 വിനാഴികയും ചെന്ന സമയത്താണ് മേടരവി സംക്രമം, അതായത് മേടമാസത്തിലേക്ക് രവി സഞ്ചരിക്കുന്നത്, സൂര്യൻ എത്തുന്ന സമയം പറയുന്നത്. 2019 ഏപ്രിൽ 14 തീയതി പകൽ, ഞായറാഴ്ച പകൽ 2 മണിയോടുകൂടിയാണ് ഈ മേടമാസത്തിലേക്ക് സൂര്യൻ എത്തുന്നത്. മേടൻ രാശിയിൽ സൂര്യന് ഉച്ചഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉച്ചഫലം വരുന്നത് കൊണ്ട് തന്നെയാണ് മേടരവി സംക്രമം എന്ന് പറയുന്നത്. പക്ഷെ പലവിധ സംക്രമങ്ങളുണ്ട്. എല്ലാ മാസത്തിലും സംക്രമം നടത്താറുണ്ട്. പക്ഷെ മേടമാസത്തിലുള്ള സംക്രമത്തിനുള്ള പ്രത്യേകത കൊടുക്കാറുമുണ്ട്. അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണ്. അതായത് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശി ആയില്യ നക്ഷത്രത്തിലാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. വിഷു നക്ഷത്രം, വിഷു തുടങ്ങുന്ന ദിവസം ആയില്യ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മീനമാസം 31 തീയതി കഴിഞ്ഞ് മേടമാസം ഉദിക്കുമ്പോൾ പകൽ ചെന്ന സമയത്ത് മേടമാസം ഉദിക്കുവായി. ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക രാശിയാണ്. അതിൽ തന്നെ ആയില്യ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോ 1194 ആണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശുക്ലപക്ഷ തിഥിയും കഴുതകരണവും ശൂലനാമനിത്യയോഗവും കൂടിയ കർക്കടക ലഗ്ന സമുച്ചയത്തിൽ മേഷരവി സംക്രമം എന്നാണ് പറയുന്നത്. അപ്പൊ സംക്രമം ഞായറാഴ്ചയാകയാൽ സ്വൽപ്പവൃഷ്ടിയും പകലാകിയാൽ അർഘനാശവും കലഹവും എന്നാണ് പറയുന്നത്. അർഘനാശവും കലഹവും. ആയില്യം നക്ഷത്രത്തിലാകിയാൽ അതിവർഷവും തസ്കരഭയവും ഭരണാധികാരിമാർക്ക് ക്ഷയാവസ്ഥയും ഉള്ള ഒരവസ്ഥയാണ്. ദശമി തീയതിയിലാകിയാൽ അതിവർഷവും പശുവർദ്ധനയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അനിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഇഷ്ടം പോലെ വരുവാനും ബഹുവർഷവും ശൂലനാമ നിത്യയോഗത്തിലാകയാൽ മൃത്യുഭയവും രോഗവും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശിയിലാണ് കർക്കടക രാശി ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കടകത്തിൽ നിന്നും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. വ്യാഴൻ ദൈവാനുഗ്രഹം തരുന്ന മഹാവിഷ്ണു തന്നെയാണ്, ഗുരു ഭഗവാൻ തന്നെയാണ്. ആ ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുഫലത്തിൽ മീനൻ രാശി ലഗ്ന സമുച്ചയത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലായിരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി. നാശമായിരുന്നു ഫലം. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. രോഗാവസ്ഥ, പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും അതുമൂലം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം പൊതുവെ മഴ കൂടുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശി ജലരാശിയാണ്. അതെ, കർക്കടക രാശി കുളീര രാശി എന്ന് പറഞ്ഞു, കുളിര് പോരുന്ന രാശിയാണ്. അപ്പൊ കർക്കടക രാശി ജലരാശിയായ കാരണം കൊണ്ടും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, അപ്പോൾ മഴ ഇഷ്ടം പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
മഴയ്ക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കമെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ചില പ്രദേശങ്ങളിലെല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാശങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത, പക്ഷെ രോഗാധിക്യം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മഹാസുദർശന ഹോമവും മൃത്യുഞ്ജയ ഹോമവും എല്ലാം ചെയ്യുന്ന വർഷം, അതുപോലെ തന്നെ യാഗങ്ങൾ നടത്തുന്നത് വർഷവും കുറേയൊക്കെ ജനങ്ങൾക്ക് രോഗാധിക്യം വരുവാതിരിക്കുവാനും വന്നാൽ ഭേദപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും വിഷുഫലത്തിൽ വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലം അനുകൂലപരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് ദേഹസംബന്ധമായിട്ടും പൊതുവെ സുഖസംബന്ധമായിട്ടുള്ളതാണ് കാണുന്നത്. ശരീരപുഷ്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ അന്തരീക്ഷം പൊതുവെ ശാന്തമായിരിക്കും. കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ബന്ധുസ്ഥാനങ്ങൾ മുഖേന കാര്യസാധ്യത വരുവാനും പിരിഞ്ഞിരിക്കുന്ന ബന്ധുക്കളെല്ലാം തിരിച്ചു വന്ന് ബന്ധുത്വം നിലനിർത്തുവാനും പുതിയ ബന്ധുത്വം വരുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സഹായ സഹകരണങ്ങൾ ഉണ്ടാവാനുള്ളതും സഹോദരി സഹോദര ബന്ധം ദൃഢപ്പെടുത്തുന്നതുമാണ്. ഭവന നിർമ്മാണം എന്നിവ നടത്തുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലത്തിൽ വന്നിരിക്കുന്നത്. ഇതുവരെ ഭവനങ്ങൾ ഒന്നും ഇല്ലാത്തവർക്ക് ഭവനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വലിയ വലിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനുള്ള സാധ്യതയും ഈ വിഷുഫലത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. ആഡംബര വീടുകൾ നിർമ്മിക്കുന്നവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയമാണ്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നവർക്കും പൊതുവെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. ബുദ്ധിപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ വളരെ ഉചിതപരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. കടബാധ്യതയിൽ നിന്നും വിട്ടു നിൽക്കുവാനും കടങ്ങൾ തിരിച്ചു പിടിക്കുവാനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഉദ്ദിഷ്ട കാര്യ സാധ്യമാകും. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് ദീർഘകാലമായിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൊതുവെ ആയുസ്സിന് പൊതുവെ കുഴപ്പമില്ല. ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ്. ഭാഗ്യസ്ഥാനം പൊതുവെ തൃപ്തികരമാണ്. കർമ്മസ്ഥാനവും പൊതുവെ തൃപ്തികരമാണ്. കർമ്മസ്ഥാനങ്ങൾ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. അതുപോലെ കേസ് വഴക്കുകളിൽ നിന്നും ഊരി വരുവാനുമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ കേസ് വഴക്കുകൾ വരാതിരിക്കുവാനും ജാമ്യം നിൽക്കാതിരിക്കുവാനും ശ്രമിക്കുക. ലാഭസ്ഥാനം പൊതുവെ ഗുണകരമായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരം തന്നെയാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥികളിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോവാൻ തയ്യാറായിട്ട് എടുക്കുന്നവർക്കെല്ലാം അനുയോജ്യപരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. പൊതുവെ ഈ വിഷുഫലത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം, അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും മനസ്സുഖവും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.